അടുത്തതായി 4ാം ക്ലാസ്സുകാർ അവതരിപ്പിക്കുന്ന ഒരു സ്കിറ്റാണ്. അതിനു മുന്നേ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറുടെ മന്ത്രിയായിരുന്ന പണ്ഡിതനായ ബീർബൽ. ഒരു ദിവസം അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് കണ്ട് അക്ബർ ചക്രവർത്തിക്ക് തനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല എന്നൊരു തോന്നലുണ്ടായി. അദ്ദേഹം തന്റെ മന്ത്രിയായ ബീർബലിനെ വിളിച്ച് ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു. ഇനി ബാക്കി എന്താണെന്ന് നേരിൽ കാണാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും സമൃദ്ധനായ കൃഷിക്കാരനാണ് ഇദ്ദേഹം. എന്താണ് നിന്റെ പേര്? എന്റെ പേര് രാമൻ. നിനക്ക് കൃഷിയെ പറ്റി എന്തറിയാം? രാജാവേ, എന്റെ കൃഷിയുടെ നെൽവയലും ഗോതമ്പ് വയലുമുണ്ട്. എപ്പോഴാണ് നടേണ്ടതെന്ന് നനയ്ക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കാം. ഞാൻ അറിയിക്കാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും മിടുക്കിയായ ഒരു കുട്ടിയാണ് ഇവൻ. എന്താണ് നിന്റെ പേര്? എന്റെ പേര് സീത. ഓ ലക്ഷ്മി. ഓ ബീർബൽ. ഈ കുട്ടിയെ കാണുമ്പോൾ ഞാൻ എന്റെ ബാല്യകാലം ഓർക്കുന്നു. എന്ത് രസമായിരുന്നു അന്ന്. താങ്കളും ഓർക്കുന്നില്ലേ? അതേ തിരുമനസേ, അന്നത്തെ ബാല്യകാലം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. ഈ കുട്ടിക്ക് കൊട്ടാരത്തിൽ താമസിക്കാൻ ഏർപ്പാടുകൾ ചെയ്യൂ. ശരി തിരുമനസേ. നമ്മുടെ നാട്ടിലെ ഏറ്റവും സമൃദ്ധിയായ ഒരു തയ്യൽക്കാരനാണ് ഇവൻ. എന്താണ് നിന്റെ പേര്? ലക്ഷ്മി. നിനക്ക് തയ്യലിനെ പറ്റി എന്തറിയാം? എനിക്ക് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ തയ്ക്കാനും അങ്ങേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ തയ്ച്ചു തരാനും എനിക്ക് സാധിക്കും. ബീർബൽ. എന്താണ് തിരുമനസേ? ഇദ്ദേഹത്തിന് കൊട്ടാരത്തിൽ താമസിക്കാൻ ഏർപ്പാടുകൾ ചെയ്യൂ. ശരി തിരുമനസേ. നമ്മുടെ നാട്ടിലെ ഏറ്റവും സമൃദ്ധനായ വ്യാപാരിയാണ് ഇദ്ദേഹം. എന്താണ് നിന്റെ പേര്? നിനക്ക് കച്ചവടത്തെ പറ്റി എന്തറിയാം? എനിക്ക് തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാനും നല്ല വിലയ്ക്ക് വിൽക്കാനും അറിയാം. ബീർബൽ. എന്താണ് തിരുമനസേ? ഇദ്ദേഹത്തിന് കൊട്ടാരത്തിൽ താമസിക്കാൻ ഏർപ്പാടുകൾ ചെയ്യൂ. ശരി തിരുമനസേ. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ചിത്രകാരനാണ് ഇദ്ദേഹം. എന്താണ് നിന്റെ പേര്? രാധാകൃഷ്ണൻ. ഓ ബീർബൽ, ഞാൻ ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ വരച്ച 2 ചിത്രങ്ങൾ എന്നെ കാണിക്കൂ. എന്താണ് തിരുമനസേ? ഇത് എത്ര മനോഹരമായിരിക്കുന്നു. അതേ തിരുമനസേ. ഇത് ഇദ്ദേഹം തന്നെ മനസ്സിലാണോ? അതേ തിരുമനസേ. എങ്കിൽ നീ എന്റെ ചിത്രം ഒന്ന് വരയ്ക്കൂ. തീർച്ചയായും തിരുമനസേ. ബീർബൽ. എന്താണ് തിരുമനസേ? ഇദ്ദേഹത്തിന് എന്റെ ചിത്രം വരയ്ക്കണമല്ലോ. അതിനാൽ ഇദ്ദേഹത്തിന് കൊട്ടാരത്തിൽ താമസിക്കാൻ ഏർപ്പാടുകൾ ചെയ്യൂ. ശരി പ്രഭു. ഓരോരുത്തർക്കും അധ്യാപകരാകാനാകും. അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാൻ കഴിയും.
ബീർബൽ, താങ്കൾ ഒരു വിദ്യാർത്ഥിയാണല്ലേ? ഞാൻ വിചാരിച്ചിരുന്നത് താങ്കളെ ആർക്കൊന്നും പഠിക്കാനെന്നാണ്. മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ചക്രവർത്തി, ഇവർ എന്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. അറിയാം, എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. എങ്ങനെയാണെന്ന് എല്ലാവരും പഠിക്കുകയും വേണം. ഇത്ര ബുദ്ധിമുട്ടിയ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. ആരാണെന്ന് എന്നോട് പറയില്ലേ?